വധശിക്ഷ നടപ്പാക്കാനുള്ള സന്ദേശം ജയിലിൽ ലഭിച്ചുവെന്ന് നിമിഷപ്രിയ. അതിനുശേഷം നിമിഷപ്രിയ പ്രതികരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഇവിടുത്തെ ഒരു ലോയർ സ്ത്രീ, വേറൊരു ലോയർ സ്ത്രീ, കഴിഞ്ഞ ദിവസം അബ്ദുൽ ഫത്തയെ കണ്ട ലോയർ സ്ത്രീ അല്ല, വേറൊരു ലോയർ സ്ത്രീ അവരുമായിട്ട് തന്നെ ഫോണിൽ, ഇവിടുത്തെ മെയിൻ ഓഫീസിലെ ഫോണിലേക്ക് വിളിച്ചിട്ട് നിമിഷയെ വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ വിളിച്ചായിരുന്നു. ഞാൻ പോയി ഫോൺ അറ്റൻഡ് ചെയ്തു. അന്നേരം അവരെന്നോട് പറയുന്നത് ഇങ്ങനെയാണ്, വധശിക്ഷ നടപ്പാക്കാനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഓർഡർ ഇവിടെ ജയിലിൽ വരെ എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിപ്പോൾ ജയിലിലെത്തുന്നത് എല്ലാവരുടെയും സൈനോട് കൂടി ആയിരിക്കും ഇവിടെ എത്തുന്നത്. എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഇപ്പോൾ അവരുടെ ഈദും റംസാനൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മളെ തീർക്കാനുള്ള പരിപാടി ആയിരിക്കുമോ? എന്താണ്, എല്ലാവരും ഭയങ്കര പേടിയോടുകൂടിയാണ് എന്നോട് സംസാരിക്കുന്നത്. ഭയങ്കര വിഷമത്തോടെ ഇവിടെ കാര്യങ്ങളൊക്കെ, എന്താണ് കാര്യം, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? മലയാളി നേഴ്സ് നിമിഷപ്രിയ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഈ സാഹചര്യത്തിൽ യമൻ എന്ന രാജ്യത്തിലെ വധശിക്ഷ എങ്ങനെ നടപ്പാക്കുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവമാണ്. ഓരോ രാജ്യത്തിനും അതിൻ്റേതായ നിയമ നടപടികളിലൂടെയാണ് വധശിക്ഷ നടപ്പാക്കുന്നത്. ചില രാജ്യങ്ങളിൽ വെറുതെ വധശിക്ഷ നടപ്പാക്കുകയല്ല, വധശിക്ഷയ്ക്ക് മുമ്പ് ചാട്ടവാറടി കൊള്ളണം. ചിലയിടത്ത് അതിക്രൂരമായി പൊതുജനങ്ങളുടെ സാമീപ്യത്തിൽ കല്ലെറിഞ്ഞു കൊല്ലുന്ന ശിക്ഷാ നടപടിയും അതാത് രാജ്യത്തിൻ്റെ നിയമാവലിയിൽ പെട്ടിട്ടുള്ളതുമാണ്. ഇന്ത്യയിൽ വധശിക്ഷ നടപ്പാക്കുന്നത് എല്ലാം ഒരേ രീതിയിലാണ്. മരണം വരെ തൂക്കിക്കൊല്ലുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, വധശിക്ഷ എന്നുള്ളത് അപൂർവമായിട്ട് മാത്രമാണ് നടപ്പിലാക്കാറുള്ളൂ. എന്നാൽ ഇതിൽ നിന്നുമൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് യമനിലെ വധശിക്ഷാ രീതികൾ. ഏറ്റവും കൂടുതൽ വധശിക്ഷ നടപ്പാക്കുന്ന രാജ്യമെന്ന കുപ്രസിദ്ധിയുമുണ്ട് യമൻ എന്ന രാജ്യത്തിന്. ഇവിടെ പൊതുസ്ഥലങ്ങളിൽ വരെ വധശിക്ഷ നടപ്പാക്കാനുള്ള നിയമം നിലവിലുണ്ട്. എന്നാൽ അത്തരത്തിലുള്ളൊരു വധശിക്ഷ ഈ അടുത്ത കാലത്തെങ്ങും നടപ്പിലാക്കിയിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. പല ഗൾഫ് രാജ്യങ്ങളിലും തലവെട്ടി ഉൾപ്പെടെയുള്ള വധശിക്ഷാ രീതികൾ നിലവിലുണ്ട്. യമനിൽ ഇപ്പോൾ നടക്കുന്ന വധശിക്ഷാ രീതി എന്ന് പറയുന്നത് വെടിവെച്ച് കൊല്ലുക എന്നതാണ്. ഇതിനായി പ്രത്യേക സ്ഥലവും തരപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ വെച്ച് മാത്രമാകും വധശിക്ഷ നടപ്പാക്കുക. ഇപ്പോൾ അപൂർവമായി മാത്രമാണ് പൊതുസ്ഥലങ്ങളിൽ വധശിക്ഷ നടപ്പാക്കുന്നത്. സാധാരണ രീതിയിൽ വധശിക്ഷയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്ന പ്രതിയെ കണ്ണുകൾ രണ്ടും കൂട്ടിക്കെട്ടിയിട്ട് വധശിക്ഷ നടപ്പാക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ തറയിലൊരു കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ടാവും. ശേഷം പ്രതിയുടെ വിലങ്ങുകൾ അഴിച്ചതിന് ശേഷം തറയിൽ കമർന്ന് കിടക്കുവാനായിട്ട് ആവശ്യപ്പെടും. പ്രതി കമഴ്ന്ന് കിടന്ന് കുറച്ചു സമയം കഴിയുന്നതോടെ ആരാജർ വധശിക്ഷ നടപ്പാക്കുന്നു. പ്രതിയുടെ ഹൃദയത്തിൻ്റെ ഭാഗത്തേക്കാണ് വെടിയുണ്ട പായിക്കുന്നത്. അതിനായി ഡോക്ടർമാർ ആരാജാർക്ക് കൃത്യമായ പൊസിഷൻ പറഞ്ഞു കൊടുക്കും. ഒട്ടും വേദന അനുഭവിക്കാതെ പെട്ടെന്നുള്ള മരണമായിരിക്കും. ശേഷം ഡോക്ടറുടെ പരിശോധനയിൽ മരണം ഉറപ്പാക്കിയതിനു ശേഷം ശരീരം ബന്ധുക്കൾക്കായി വിട്ടു നൽകുന്നു. യമനിൽ സാധാരണയായി വധശിക്ഷ നടപ്പാക്കുന്നത് കൊലപാതകം, ബലാത്സംഗം, അതുപോലെ വ്യഭിചാരം, മതനിന്ദ, കൊള്ള, രാജ്യദ്രോഹം, കള്ളസാക്ഷി പറയൽ തുടങ്ങിയവയാണ് യമനിൽ വധശിക്ഷയ്ക്ക് അർഹമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ. രാജ്യദ്രോഹം, മതനിന്ദ, മയക്കുമരുന്ന് കടത്തൽ, ചാരവൃത്തി എന്നിവ കൊടും കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽപ്പെടുന്നവയാണ്. അത്തരം കേസുകളിൽ പിടിയിലാവുന്നവർക്ക് വധശിക്ഷയ്ക്ക് മുൻപ് ചാട്ടാവാറടി നൽകി. മറ്റുള്ളവർ ഇത് കണ്ടിട്ടെങ്കിലും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാതിരിക്കാൻ പബ്ലിക്കായിട്ടായിരിക്കും ഇങ്ങനെയുള്ള ശിക്ഷകൾ നടപ്പാക്കുന്നത്. പ്രതിക്ക് അപ്പീൽ കൊടുക്കാനും ബ്ലഡ് മണി നൽകി കേസ് ഒത്തുതീർപ്പാക്കാനും അവസരമുണ്ട്. ഒടുവിൽ യമൻ ഭരണാധികാരി ദയാഹർജി തള്ളുന്നതോടെ വധശിക്ഷ നടപ്പാക്കാനുള്ള നടപടികൾ ആരംഭിക്കും. യമൻ കോടതിക്ക് അപ്പീൽ നൽകിയെങ്കിലും വധശിക്ഷ തന്നെ നടപ്പാക്കണമെന്ന് ഉത്തരവിട്ടു. തുടർന്ന് സുപ്രീം കോടതിയിലും അപ്പീൽ നൽകിയെങ്കിലും അവിടെയും വധശിക്ഷ നടപ്പാക്കാനുള്ള ഉത്തരവ് ശരിവയ്ക്കുകയായിരുന്നു. കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ കുടുംബാംഗങ്ങൾ അനുകൂലമായാൽ മാത്രമാണ് ഇനി നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാനാകൂ. ഇതിനായി കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ കുടുംബാംഗങ്ങൾക്ക് ബ്ലഡ് മണി നൽകിയാൽ മാത്രമാണ് നിമിഷപ്രിയയുടെ മോചനത്തിന് സാധ്യമാക്കുകയുള്ളൂ. എന്നാൽ ബ്ലഡ് മണി സ്വീകരിക്കുവാൻ യമൻ പൗരൻ്റെ കുടുംബാംഗങ്ങൾ തയ്യാറാവണം. നിമിഷപ്രിയയ്ക്ക് സാധ്യമായതെല്ലാം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പും നൽകിയിട്ടുണ്ട്.